ലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, വിനെഗർ, കുറച്ച് നമ്മുടെ കളർ ചേർത്ത് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. കുറച്ച് സമയം അത് വെക്കണം, എന്നാലാണ് ഉള്ളിലൊക്കെ നന്നായി പിടിക്കുള്ളൂ. അതിന് ശേഷം നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാം കേട്ടോ. അത് വെളിച്ചെണ്ണയിലോ ഏതെങ്കിലും ഓയിലോ എന്തെങ്കിലും നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കറിയാലോ, ഇത് ഞാനല്ല ഈ ബിരിയാണി തയ്യാറാക്കണേ, ഞങ്ങളുടെ സ്വന്തം ഒരു ഇത്തിയാണ് തയ്യാറാക്കണേ കേട്ടോ. അതെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, മല്ലിയില എന്നിവ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് നന്നായി അരച്ചെടുക്കണം. ഈ മല്ലിയിലയും പുതിനയിലയൊക്കെ നന്നായി ചേർക്കുന്നുണ്ട്, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നുന്നത്. അങ്ങനെ അതും ചതച്ച് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ വറുത്ത എണ്ണയുണ്ടല്ലോ, കുറച്ച് ഒഴിച്ച് അതിലേക്ക് നമ്മുടെ സവോള അരിഞ്ഞത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒന്നും കൂടി വഴറ്റി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രീൻ കളറിലെ മസാലയില്ലേ, അതങ്ങോട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം തക്കാളി ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ചിക്കൻ്റെ പീസ് അങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി കേട്ടോ. കുരുമുളക് പൊടി. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് നമ്മുടെ തൈരും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തു കേട്ടോ. ഈ അരച്ചെടുത്തത് പിന്നെ ഈ മിക്സിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യണം. ഞാനും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടാം കേട്ടോ. ഇത് നന്നായി ഒന്ന് മിക്സാക്കി കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി വെച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വറുത്തത് തന്നെ അങ്ങനെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ഇഷ്ടമാവും. കാരണം അതിൽ ഉപ്പും മുളകും കുറച്ച് വിനെഗറും കുറച്ച് കളറൊക്കെ ഗരം മസാല എല്ലാം ഉണ്ടല്ലോ, എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് വറുത്തതല്ല ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ട ചിക്കൻ റെഡിയായി. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് ഫ്രൈ പാൻ എടുത്തേക്കണേ, കുറച്ച് സൺഫ്ലവർ ഓയിൽ, നെയ്യ് എന്ത് വേണമെങ്കിൽ എടുക്കാം. കുറച്ച് നമ്മുടെ സവോളയും കശുവണ്ടിയും കിസ്മിസും കൂടി ഒന്ന് നന്നായി ഒന്ന് മൊരിയണ വരെ വഴറ്റി കൊടുത്ത് എടുക്കാം കേട്ടോ. നമ്മൾ ബിരിയാണിയുടെ മുകളിലൊക്കെ ഇടില്ലേ, എന്താ അതിൻ്റെ പേര് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് തയ്യാറാക്കാനാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അത് ഒരു പ്രത്യേക ടേസ്റ്റല്ല അത് കൂട്ടി കഴിക്കുമ്പോൾ. അപ്പം നന്നായി അതൊന്ന് മിക്സാക്കാം കേട്ടോ. അതിന് ശേഷം അതും നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ തയ്യാറാക്കേണ്ടത് റൈസാണ് കേട്ടോ. റൈസ് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കണത്. ഇത് കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വറുത്ത് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കിട്ടും. നല്ല ചൂടായ എണ്ണയിലേക്ക് സവോളയൊക്കെ ഇട്ട് വറുത്ത് കോരി എടുക്കാം. ഇതാകുമ്പോൾ അധികം എണ്ണ കൺസ്യൂം ചെയ്യൂല, നമ്മുടെ പേർപ്പസ് നടക്കുകയും ചെയ്യും. ഫ്രൈ പാനിലായി കാരണം അധികം എണ്ണ വേണ്ടല്ലോ. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഏകദേശം മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ കിസ്മിസൊക്കെ ഇങ്ങനെ ബബിൾസായി നല്ല ഉരുണ്ടിരിക്കുന്നുണ്ട്.
അങ്ങനെ അത് തയ്യാറായിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് എണ്ണ വലം വയ്ക്കാം. കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഗീയും കൂടി ഒഴിച്ച് നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പട്ട, ഗ്രാമ്പൂ, പൂവ്, കരിയാമ്പൂവ്, പിന്നെ തക്കോലം, കുരുമുളക് എല്ലാം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കഴുകി വാല വെച്ച് ഇരിക്കുന്ന നമ്മുടെ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ പറ്റിച്ചെടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ എന്താ പറയുക, എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ആ കണക്കിനൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളച്ച് നമുക്ക് എടുക്കാം കേട്ടോ. വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണം. ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ഒരു പ്രൊസീജിയർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഒരു പ്രത്യേകതയായിട്ട് തോന്നി. കാരണം പച്ചയും ഓറഞ്ചും ഒക്കെ ആ വെള്ളയിൽ വരുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും. പിന്നെ ഒരു ദം ചെയ്യാണ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ആദ്യം തന്നെ തട്ടി കൊടുക്കണ്ട കേട്ടോ. എല്ലാ ചിക്കൻ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ മസാല, അത് ഇതിലേക്ക് തട്ടിക്കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇങ്ങനെ റൈസ് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. എല്ലായിടത്തേക്കും ഇങ്ങനെ ചിക്കൻ റൈസ് വിതറി കൊടുത്ത് ഒന്ന് പരത്തിയിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ക്യാരറ്റും അതുപോലെ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നല്ല ഫ്ലേവർ ആയിരിക്കുമല്ലോ. ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവറല്ല, മല്ലിയിലയുടെയും അതുപോലെ ഗീയുടെയും ഒക്കെ ആകുമ്പോൾ പ്രത്യേക ഫ്ലേവറായിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ചോറിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ സവോളയും കിസ്മിസ് അണ്ടിപ്പരിപ്പും അതും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ചെറിയ സിമ്മിലൊന്ന് മൂടി വെക്കണം ഒന്ന് ദം ചെയ്തെടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ആ ചൂടങ്ങോട്ട് കയറി മുകളിലേക്ക് എത്തുമ്പോൾ അതൊക്കെ നന്നായി ആ ഫ്ലേവറൊക്കെ മുകളിലേക്കൊക്കെ പിടിക്കും. അപ്പം നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. പിന്നെ ഈ മുകളിലത്തെ ആ ഒരു റൈസ് ഉണ്ടല്ലോ അതാണ് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ചിക്കൻ മിക്സാക്കുന്നില്ല, മുകളിലത്തെ ആ റൈസ് ഫുള്ള് മിക്സാക്കുന്നുണ്ട്. ഇത് ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മക്കളാണ് കേട്ടോ. എൻ്റെ മക്കളാണ് പോയിട്ട് കഴിച്ചത്. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നന്നായി ആ റൈസ് മിക്സ് ആക്കുക. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ്റെ ഭാഗവും കുറച്ച് റൈസും കൂടി എടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബിരിയാണി തയ്യാറാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.